ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ അമ്മ ഒരു ഈഴവയാണ്, അച്ഛൻ ഒരു നായരാണ്, എൻ്റെ ഹസ്ബൻഡ് ഒരു ബ്രാഹ്മണാണ്. അപ്പം ഞാൻ എന്താണ് എന്ന് ചോദിച്ചാൽ, അപ്പോൾ ഞാൻ എന്തായിരുന്നു പറഞ്ഞത്, ജാതി എന്ന് പറയുന്നൊരു സാധനമൊന്നും ഇവിടെ ആരും സംസാരിക്കാറില്ല. എൻ്റെ കൂട്ടത്തിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ വീട്ടിലാരും സംസാരിക്കാറില്ല. ഇവരത് സംസാരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവർ എന്നെ വേറെ എന്തെങ്കിലും കണ്ടുകൊണ്ടാണോ ജാതി പ്രകാരം കണ്ടുകൊണ്ടിരുന്നത് എനിക്കറിയില്ല. ഇവർ ഫസ്റ്റ് രാവിലെ ചെന്ന് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കസ്റ്റമേഴ്സിൻ്റെ രജിസ്റ്റർ ഒക്കെ എടുക്കാൻ ഞാൻ പറഞ്ഞു, അവർ വരുന്നവരുടെ പേരും കോൺടാക്ട് നമ്പർ, ബിക്കോസ് നമുക്ക് നല്ല നല്ല പ്രീമിയം കസ്റ്റമേഴ്സിനെ നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ ഫസ്റ്റ് വന്ന് കയറുന്നത്, ഇപ്പോൾ ഇതൊരു QR കോഡാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു രജിസ്റ്റർ ബുക്കിനെ അവർ ആദ്യം എടുക്കുന്നു, ഈ QR കോഡിനെ ഇതിൻ്റെ അടിയിലാക്കുന്നു. അതാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. QR കോഡ് ഇതിൻ്റെ അടിയിലാക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അത് നമുക്ക് വ്യക്തമായി നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. CCTV ഫുട്ടേജിനകത്തുണ്ട്, നമ്മളെല്ലാം പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. QR കോഡ് ഫസ്റ്റ് ഇവർ അടിയിലോട്ട് എടുത്ത് വെക്കും. ഓക്കെ, എന്നിട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എല്ലാ ദിവസവും ഇവർ ക്യാഷ് വിഡ്രോ ചെയ്ത് എനിക്ക് തന്നുകൊണ്ടിരുന്നു എന്നവർ ലൈവിൽ പറഞ്ഞല്ലോ. ഇപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടതാണല്ലോ. എല്ലാ ദിവസവും അവർ തന്നുകൊണ്ടിരുന്നെങ്കിൽ എല്ലാ ദിവസവും ഇവർക്ക് ഈ ഗൂഗിൾ പേയിൽ വന്നത് വിഡ്രോ ചെയ്യണമല്ലോ. വിഡ്രോ ചെയ്താൽ ATM കയറി വിഡ്രോ ചെയ്യാതെ ഇവരുടെ വീട്ടിലിരിക്കുന്ന പണം എടുത്ത് എനിക്ക് തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ വിഡ്രോ ചെയ്യുന്നതിൻ്റെ തെളിവ് എവിടെ? ഓക്കെ, ഇവർ ഏത് ATM നിന്ന് വിഡ്രോ ചെയ്തു? ഇവർ SBI ബാങ്ക് ആണെന്നാണ് അന്ന് ഇവർ പറഞ്ഞത്. അപ്പോൾ SBIയുടെ ATM ഏതെങ്കിലും ATM ഇവർ കയറി എടുക്കണമല്ലോ. ആ ATM CCTV ഫുട്ടേജ് എവിടെ? എല്ലാ ദിവസവും ഇവർ എനിക്ക് വേണ്ടി മറ്റേ സ്വിഗ്ഗി ജീനി ഇവർ തന്നു വിടുന്നു എന്നല്ലേ പറഞ്ഞത്. ഇവരുടെ ഫോണിൽ നിന്ന് ബുക്ക് ചെയ്ത സ്വിഗ്ഗി ജീനികളുടെ തെളിവ് അതെനിക്ക് വേണം. രണ്ടാമത്, ഇവർ പാക്ക് ചെയ്ത് എനിക്ക് പണം തരുന്നതിൻ്റെ തെളിവ്. മൂന്നാമത്, ഇവർ ഏത് ATM കയറി മേടിച്ചു അല്ലെങ്കിൽ വിഡ്രോ ചെയ്തു എന്നുള്ളതിൻ്റെ CCTV ഫുട്ടേജ്. ഇത് മൂന്നും അവർ പ്രൊവൈഡ് ചെയ്യട്ടെ, നമുക്കപ്പോൾ സംസാരിക്കാം.